കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്ക് ഉള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ക്ലീറ്റസ്. നമുക്കറിയാം, ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന മാർപ്പാപ്പ ലീനസ് ആണ്. ലീനസിന് ശേഷം വന്ന മാർപ്പാപ്പയാണ് ക്ലീറ്റസ്. ആദ്യത്തെ മാർപ്പാപ്പമാരെല്ലാം വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. കാരണം നമുക്കറിയാമല്ലോ, അക്കാലത്തെ അവരുടെ ജീവിതം എത്ര ദുഷ്കരമായിരുന്നു. ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ, ഒരുപാട് ഭീഷണിയിലൂടെ, സഹനത്തിലൂടെ കടന്നുപോയവരാണ് അവരെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സഭ വിശുദ്ധരായിട്ട് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഈ വിശുദ്ധൻ്റെ ജീവിതം കൊണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണാനന്തര ജീവിതം. ഇന്നത്തെ സുവിശേഷ ഭാഗത്താണേലും കർത്താവ് ശിഷ്യന്മാർക്ക് വലിയ പ്രത്യാശ നൽകുന്നത് കാണാൻ പറ്റും. ഞാൻ പോയാലും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ ഞാൻ വരും, ഞാൻ വസിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും മറയാതെ നിൽക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 18:10 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിലുള്ള ജീവിതം അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ. നമുക്കറിയാതെ തന്നെ ഉണ്ട് ഒരു തുള്ളി വെള്ളം. അതുപോലെയാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. പറയുന്നുണ്ട്, ഈ ഒരു ക്രിസ്തീയ ദർശനം, ആ ദർശനത്തോടു കൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിൻ്റെ പ്രസംഗം, ധൈര്യശാലിയായിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കാണാൻ പറ്റും. ഒരു കാലത്തൊരു ഭീരുവായിരുന്നവൻ പിന്നീട് ധൈര്യശാലിയായി മാറി. നമുക്കറിയാം, ഒരു പെന്തക്കുസ്ത തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ പെന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും മറ്റൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും, മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ പറ്റും. നമുക്കിപ്പോഴില്ലാത്തത് അഭിഷേകം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5-ാം അധ്യായം ഒക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്ന പത്രോസ് ധൈര്യശാലിയായ പത്രോസാണ്. അതല്ലാതെ ആ സ്ത്രീയുടെ മുമ്പിൽ എനിക്കവനെ അറിയത്തൊന്നുമില്ല, ഞാൻ അവൻ്റെ കൂടെയുള്ള ആളുമല്ല എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ നിഷേധിച്ച പത്രോസിനെ അല്ല ഇവിടെ നമ്മൾ കാണുക. ധൈര്യശാലിയായ പത്രോസ്, അവന് അധികാരികളോട് ചോദിക്കുന്നത് കാണാൻ പറ്റും, ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളെയാണോ അതോ ദൈവത്തെയാണോ? നിങ്ങളും അനുസരിക്കേണ്ടത് ദൈവത്തെയാണോ അതോ ഈ ഭൂമിയിൽ ആരെങ്കിലാണോ? ഇനി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നറിയാം. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അടിമേടിക്കേണ്ടി വരുമെന്നറിയാം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ട് പത്രോസ് അവരുടെ മുമ്പിൽ നിന്ന് ഒരു ധൈര്യശാലിയെ പോലെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ,
കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ജീവിതത്തിൽ ഈ ഒരു ധൈര്യം പ്രകടമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഫിലിപ്പ് പറഞ്ഞൊരു കാര്യം, നീ അങ്ങോട്ടാ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടുള്ള വഴി അറിയുക? അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. വിശുദ്ധ ഹിലറി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സന്തുഷ്ടൻ എന്നാണ്. സന്തുഷ്ടൻ. ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞ ഈ വചനവുമായി ബന്ധപ്പെടുത്തി, ഞാനാണ് വഴി. അതുകൊണ്ട് ഈ വിശുദ്ധൻ പറയുകയാണ്, ഒരിക്കലും വഴിതെറ്റാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ. നേർവഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കും യേശുവാകുന്ന ആ വഴിയെ നമ്മൾ പോകുന്നെങ്കിൽ. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഞാനാണ് സത്യം. അതിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഹിലാരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഈ വ്യാജത്തിലേക്ക് വഴുതി വീഴാൻ ദൈവം അനുവദിക്കില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് യേശുവാകുന്ന സത്യത്തിൽ, ആ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയാതിരുന്നാൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമെങ്കിൽ, വാ തുറന്ന് നുണ പറയുകയും അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴെല്ലാം കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവവുമായിട്ട് എന്ത് ബന്ധമുണ്ടാവും? കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത്, ദൈവത്തിൽ വസിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയണം. അവർക്ക് പാപത്തിൽ വീഴാൻ പറ്റില്ല, പാപം ചെയ്യാൻ പറ്റില്ലെന്ന് യോഹന്നാൻ സ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞാനാണ് ജീവൻ എന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. പറയുന്നുണ്ട്, മരണത്തിന് തള്ളിവിടാൻ യേശുവിന് കഴിയത്തില്ല. യേശുവാണ് ജീവനെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ആ ജീവൻ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മളൊക്കെ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വഴികാട്ടുന്നവരായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി അതിന് വഴി അറിഞ്ഞ് ആ വഴിയെ പോകുന്നവരാണ്. ഈ ശരിക്കുള്ള ലീഡർ ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരമാണ്, ശരിക്കൊരു നേതാവായി മാറുക എന്ന് പറഞ്ഞാൽ, ഒരു നേതാവായി മാറുക, വഴി അറിഞ്ഞവൻ, ആ വഴിയെ പോകുന്നവൻ, ആ വഴിയെ പോകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവൻ ആണ് ശരിക്കുള്ള നേതാവ്. എ ലീഡർ ഈസ് സമ്മൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. വഴി അറിഞ്ഞവൻ, ആ വഴിയെ സഞ്ചരിക്കുന്നവൻ, ആ വഴിയെ സഞ്ചരിക്കാൻ മറ്റുള്ളവരെ അതിനെ ആ വഴി കാണിച്ചു കൊടുക്കുന്നവൻ. പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ മാതാപിതാക്കൾ അവർക്ക് വഴി അറിയാവുന്നവരാണ്, നേർവഴിയിൽ ജീവിക്കുന്നവരാണ്. അവർ ഞങ്ങൾക്കൊരു വഴി, നേർവഴി കാണിച്ചു തന്നിട്ടുണ്ട്, ആ വഴിയെ ഞങ്ങൾ ജീവിക്കണം. ഇതിൽ ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഒരുപാട് ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. വഴി അറിഞ്ഞവരും ആ വഴിയെ സഞ്ചരിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ നമ്മുടെ മക്കൾ ആ വഴിയെ പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. വിശുദ്ധ മദർ തെരേസ ഒരു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരു പുഞ്ചിരിക്ക് പോലും ആത്മാക്കളെ നേടാൻ പറ്റും. ഒരു പുഞ്ചിരി, ശരിക്കും നമുക്ക് ജീവിത സാക്ഷ്യം ഉണ്ടല്ലോ. ഒരു പുഞ്ചിരിക്ക് പോലും ആത്മാക്കളെ നേടാൻ പറ്റും. അതുകൊണ്ടാണ് മദർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സ്മൈൽ എ വൈൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുഞ്ചിരിക്കുന്നവരായിട്ട് മാറുക. അത് കണ്ടാൽ മറ്റുള്ളവരുടെ മുഖത്തും പുഞ്ചിരി ഉണ്ടാവും. അപ്പം അങ്ങനെ മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സ്മൈൽ, അതുപോലെ
ഈ പുഞ്ചിരി അത് നീളുന്നത് കാണാൻ പറ്റും. എന്നിട്ട് മദർ തെരേസ പറഞ്ഞത്, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ചിരിച്ച് ആനന്ദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് അനുഗ്രഹപ്രദമാണ്. പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ദുഃഖിച്ച് വിഷാദിച്ച് ഇരിക്കേണ്ട വ്യക്തികളല്ല ദൈവമക്കൾ. നമ്മുടെ മുഖമുദ്രയായി മാറേണ്ടത് സന്തോഷം, ആനന്ദമാണ്. മ്ലാനവദനമല്ല നമുക്ക് ശരിയായിട്ടുള്ളത്. ശരിക്കും ആനന്ദമുള്ള ഹൃദയം, ആനന്ദമുള്ള കണ്ണുകൾ, ഇത് ആനന്ദമുള്ള ഒരു മുഖം, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ബലി അർപ്പിച്ച് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവർ അർത്ഥവത്തായിട്ട് അത് ചെയ്യുന്നെങ്കിൽ അവർ സന്തുഷ്ടരായിരിക്കും. ആ സന്തോഷത്തോടെ അവർ ജീവിക്കുകയും ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.